ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എന്താ സംസാരിക്കാൻ പോകുന്നത് വെച്ചാൽ സ്റ്റീഫൻ കിങ്ങിന്റെ നോവലായ ദ ബോഡിയുടെ അഡാപ്റ്റേഷനായ സ്റ്റാൻഡ് ബൈ മീ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. അപ്പൊ ഈ സിനിമ വന്നിട്ട് ദ ബോഡി എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു അഡ്വഞ്ചറസ് ആൻഡ് മിസ്റ്ററി ത്രില്ലർ ആയിരിക്കും എന്നാണ്. പക്ഷെ ഇത് പ്യുവർലി ഒരു അഡ്വഞ്ചറസ് ഫീൽ ഗുഡ് നൊസ്റ്റാൾജിയ മൂവിയാണ്. അപ്പൊ ഈ കഥ എങ്ങനെ തുടങ്ങണ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ 4 ഫ്രണ്ട്സ് ഉണ്ടെന്ന്. ആരൊക്കെ 4 ഫ്രണ്ട്സ് ഉണ്ട്? ഗോഡി, ക്രിസ്, ടെഡി ആൻഡ് വിയാൻ. ഈ വിയാൻ പറയുന്ന ചെക്കൻ ഇവർ മീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ട്, ട്രീ ഹൗസ്. ആ ട്രീ ഹൗസിലോട്ട് ഓടി വന്നിട്ട് പറയും, നമുക്കൊരു ട്രിപ്പ് പോവാം, നമുക്കൊരു സ്ഥലം വരെ ഹൈക്ക് ചെയ്യാൻ പോവാമെന്ന് പറയും. അപ്പോൾ ഇവരാരും സമ്മതിക്കില്ല. ഫ്രണ്ട്സ് പോടാ, എനിക്കൊന്നും വയ്യ പറഞ്ഞിട്ട് ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ചെക്കൻ പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബോഡി കാണാൻ താല്പര്യം ഉണ്ടോ എന്ന് പറയും. അപ്പൊ ഇവരാരും ഡെഡ് ബോഡി ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ഇവർ ഡെഡ് ബോഡി തപ്പാൻ പോവാണ്. അപ്പൊ ഈ ഇൻഫോർമേഷൻ ഈ ചെക്കൻ എങ്ങനെ മനസ്സിലായി വെച്ചാൽ, ഈ ചെക്കൻ അവന്റെ വീട്ടിന്റെ അടിയിൽ, അതായത് വീട്ടിന്റെ പോർച്ചിന്റെ ഫ്രണ്ട് ഭാഗത്തിന്റെ ആ സ്റ്റെപ്സ് ഇറങ്ങി വരുന്ന അടി പോർഷനിൽ കുറെ പെന്നി കുഴിച്ചിട്ടുണ്ടാവും. ആ പെന്നി വന്നിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയുണ്ടാവും. ആ തപ്പണ സമയത്ത് ഈ വീരന്റെ അനിയനല്ല, ഏട്ടനും ഏട്ടന്റെ ഫ്രണ്ടും ഈ ബോഡിനെ കുറിച്ച് സംസാരിച്ചിട്ട് പുറത്തേക്ക് വരും. ഈ ബോഡി ചെക്കൻ എന്താ വെച്ചാൽ, ഒരു പയ്യൻ ബ്ലൂബെറി പറിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലൂടെ പോകുമ്പോ ഒരു ഒരു ട്രെയിൻ വന്നിട്ട് ഈ പയ്യനെ ഇടിച്ചിട്ട് ആ പയ്യൻ മരിക്കും. ഈ ഇടിക്കണത് ഈ ഫ്രണ്ടും ഈ ബ്രദറും അവന്റെ ഫ്രണ്ടും വിറ്റ്നസ് ചെയ്യും. അപ്പൊ അതിനെ കുറിച്ചാണ് അവർ സംസാരിക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും ചെയ്യണം, അതിനെ കുറിച്ച് നമ്മൾ കണ്ടതല്ലേ എന്ന്. അപ്പൊ ഇവന്റെ ബ്രദർ പറയും, അതൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ നമുക്ക് തലവേദനയാണ് പറഞ്ഞിട്ട് പോകും. അപ്പൊ ഇത് ഈ ചെക്കൻ കേൾക്കും. ആ ചെക്കൻ കേട്ടിട്ട് അത് അവന്റെ ഫ്രണ്ട്സ് ആയി ഷെയർ ചെയ്യാണ്. അപ്പൊ ഇവര് 4 പേരും കൂടിയിട്ട് തപ്പാൻ പോവാണ്, ബോഡി തപ്പാൻ പോവാണ്. അപ്പൊ ഇതൊരു അഡ്വഞ്ചറസ് മൂവിയാണ്. നമുക്ക് ഒരു നൊസ്റ്റാലജിയ ഫീൽ കിട്ടുന്ന ഒരു മൂവിയാണ്. ഇവര് കാട്ടുകൂടെ പോണതും റെയിൽവേ ട്രാക്കിൽ കൂടെ നടക്കുന്നതും നടക്കുമ്പോൾ പെട്ടെന്ന് ട്രെയിൻ വരുന്നതും, അങ്ങനെ കുറെ ഒരു അഡ്വഞ്ചറസ് ഒരു ഒരു ഫണ്ണി മൂവിയാണ്. അവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സും അവര് അടികൂടുന്നതും പിന്നെ ഫ്രണ്ട്സ് ആവുന്നതും, അങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് നൊസ്റ്റാലജിയ അഡ്വഞ്ചറസ് മൂവിയാണ്. ഇതിനിടയിൽ ഇവരുടെ ഫ്രണ്ട്സ് ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ബ്രദർ ആൻഡ് അവരുടെ ഫ്രണ്ട്, അവർ രണ്ടുപേരും അവരുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയ ആൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ കൂടാതെ വേറെ ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലേ, അവരോട് ഷെയർ ചെയ്യും. അങ്ങനെ ഫുൾ ഗ്രൂപ്പും അതറിയും. ഫുൾ ഗ്രൂപ്പ് അറിഞ്ഞിട്ട് ഇവര് എല്ലാരും കൂടിയിട്ട് ആ ബോഡി തപ്പാൻ പോകും. അപ്പൊ ഇങ്ങനെ ഈ ബ്രദറിന്റെ ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങും തപ്പാൻ പോകും, ഇവരും തപ്പും. അതായത് ഈ 4 ടീനേജേഴ്സും തപ്പും. അവസാനം ആരാ ബോഡി കണ്ടെത്തിയത്, ആരാണ് ഈ ബോഡി വെച്ചിട്ട് ഫേമസ് ആയത് എന്നുള്ളതാണ് കഥ. ഇതൊരു അപ്പൊ ഇതിന്റെ റേറ്റിംഗ് നമുക്ക് എങ്ങനെ കൊടുക്കുക വെച്ചാൽ, ഒരു ത്രില്ലർ അല്ല ശരിക്കും. ഇപ്പൊ ഫീൽ ഗുഡ് ആൻഡ് നൊസ്റ്റാൾജിയ അഡ്വഞ്ചറസ് മൂവി ആണെങ്കിൽ നമുക്കൊരു 4 ഔട്ട് ഓഫ് 5 കൊടുക്കാം. നല്ലൊരു സിനിമയാണ്.